സർക്കാരിനെതിരെ 1000 അഴിമതി കേസുണ്ടെങ്കിലും ഒരു വൈസ് ചാൻസലറെ പോലും സർക്കാർ പറയാതെ നിയമിക്കാൻ ഗവർണർക്ക് കഴിയില്ല. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലുള്ളപ്പോൾ 2018 കൊണ്ടുവന്ന UGC നിയമത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: സർവകലാശാലയുടെ വൈസ് ചാൻസലറെ ചാൻസലർ നിയമിക്കേണ്ടത് നിയമപരമായി രൂപീകരിച്ച സെർച്ച് കമ്മിറ്റി നൽകുന്ന 3 അല്ലെങ്കിൽ 5 അംഗങ്ങളുടെ പാനലിൽ നിന്നാകണം. സെർച്ച് കമ്മിറ്റി രൂപീകരിക്കേണ്ടതും പട്ടിക നൽകേണ്ടതും സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഗവർണർക്ക് രാഷ്ട്രീയമായി എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിലും ആ പട്ടിക മറികടന്ന് ഒരു നിയമനവും നടത്താനാകില്ലെന്ന് പശ്ചിമ ബംഗാളിലെ കേസിൽ സുപ്രീം കോടതി വിധിച്ചതുമാണ്. ഇവിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലും താൽക്കാലിക VC-മാരെ നിയമിച്ചു. സെർച്ച് കമ്മിറ്റി നൽകിയ 3 അംഗ പട്ടിക നിലവിലുള്ളപ്പോഴാണ് ഈ നിയമനം. അതിന് അധികാരമുണ്ടെന്ന് ഹൈക്കോടതി സമ്മതിക്കുകയും സുപ്രീം കോടതി അംഗീകരിക്കുകയും ചെയ്തുവെന്നും ഗവർണർ വാദിക്കുന്നു. ഡോക്ടർ സിസ തോമസിന് ഗവർണർ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ ചെയ്തതാണ് എന്ന ആരോപണമുയർന്നു. ഡോക്ടർ K ശിവപ്രസാദിനെ സ്വന്തം താല്പര്യം വെച്ച് നിയമിച്ചതാണ് എന്നും സംസാരമുണ്ടായി. ഗവർണർ ഇപ്പോൾ ചെയ്തത് ഒരു ജനാധിപത്യത്തിലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അത് വോട്ട് ചെയ്ത് 5 വർഷത്തേക്ക് സർക്കാരിനെ തിരഞ്ഞെടുത്ത ജനതയോട് കാണിക്കുന്ന നന്ദികേട് കൂടിയാണ്. രാഷ്ട്രീയമായി കിട്ടുന്ന പിന്തുണ ഉപയോഗിച്ച് വിദ്യാർത്ഥികളുടെ ഭാവി പന്താടുന്നു എന്ന ആരോപണം ഉയരുന്നത് ഗവർണർക്കു നേരെയാണ്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ഗവർണർ ഭരിക്കുന്ന കലാശാലകൾ. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ചാൻസലർ എന്നത് ആലങ്കാരിക പദവി മാത്രമാണ്. വൈസ് ചാൻസലർക്ക് വേണ്ടതുപോലെ PhD-യോ അധ്യാപന പരിചയമോ ഒന്നും ആവശ്യമില്ല. സംസ്ഥാന സർക്കാരിന്റെ ശുപാർശകൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ് ചാൻസലർ സ്ഥാനം. അതുകൊണ്ടാണ് ചാൻസലർക്ക് പ്രത്യേക വിദ്യാഭ്യാസ യോഗ്യത വേണം എന്ന ഒരു ചട്ടവും നിലവിലില്ലാത്തത്. അപ്പോ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമോ എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വന്നേക്കാം. മന്ത്രിസഭയും സർക്കാരും എങ്ങനെ പ്രവർത്തിക്കണമെന്ന് സർവകലാശാലകളുടെയും UGC-യുടെയും ചട്ടങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിനുള്ള ഉത്തരം. കാലാകാലങ്ങളിൽ സുപ്രീം കോടതി നടത്തിയിട്ടുള്ള തീർപ്പുകളുണ്ട്. അതനുസരിച്ച് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതിനും ആ സെർച്ച് കമ്മിറ്റി നിർദ്ദേശിക്കേണ്ട വൈസ് ചാൻസലർ പട്ടികയ്ക്കുമെല്ലാം മാനദണ്ഡങ്ങളുമുണ്ട്. 5ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രം ഉണ്ടായിരുന്ന VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ നിരവധി സെർച്ച് കമ്മിറ്റികൾ രൂപീകരണങ്ങളിൽ പങ്കാളികളായി. 1/2 ഡസൻ VC-മാരുടെ പട്ടിക ഗവർണർക്കു കൈമാറി. അത്രയേ അധികാരത്തിൽ പറയുന്നുമുള്ളൂ. സർവകലാശാലകളിൽ ഇടപെടാൻ മുഖ്യമന്ത്രിക്കുള്ള അധികാരം അവിടെ അവസാനിക്കുകയും ചെയ്യും. ഗവർണർക്ക് നിയമം അനുസരിച്ച് അത്ര പോലും അധികാരമില്ല എന്നാണ് പശ്ചിമ ബംഗാൾ സർക്കാരിന്റെ കേസിൽ സുപ്രീം കോടതി പറഞ്ഞത്. ഇന്നത്തെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന കാലം. അന്ന് ഇപ്പോ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തതുപോലെ 2 സർവകലാശാലകളിലേക്കല്ല 10 സർവകലാശാലകളിലേക്കാണ് താൽക്കാലിക VC-മാരെ നിയമിച്ചത്. വിവിധ കോളേജുകളിൽ പ്രൊഫസർമാരായിരുന്നവരാണ് ഒരു സുപ്രഭാതത്തിൽ എല്ലാ മാനദണ്ഡങ്ങളും മറികടന്ന് താൽക്കാലിക VC-മാരായത്. ബംഗാൾ വിദ്യാഭ്യാസ മന്ത്രി അവരോട് ചുമതല ഏറ്റെടുക്കരുത് എന്ന് പറഞ്ഞെങ്കിലും ഭൂരിപക്ഷം പേരും അന്നു തന്നെ താൽക്കാലിക VC-മാരായി. പക്ഷേ സുപ്രീം കോടതി എല്ലാം റദ്ദാക്കി. ഗവർണർ നിയമിക്കുന്നവർക്ക് യോഗ്യത ഉണ്ടായാൽ പോരാ, മാനദണ്ഡവും പാലിക്കണമെന്നായിരുന്നു സുപ്രീം കോടതി വിധി. ഇത് കേരളത്തിലെയോ പശ്ചിമ ബംഗാളിലെയോ മാത്രം പ്രശ്നമല്ല. ഗവർണറെ ചാൻസലർ സ്ഥാനത്തു നിന്നും മാറ്റി പശ്ചിമ ബംഗാൾ മാത്രമല്ല തമിഴ്നാടും നിയമം പാസാക്കി. മഹാരാഷ്ട്ര, കർണാടക, ജാർഖണ്ഡ്, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലെ നിയമം അനുസരിച്ച് സർക്കാരിന്റെ അനുമതിയില്ലാതെ ഗവർണർക്ക് സ്വന്തം നിലയിൽ ഒരു തീരുമാനവും എടുക്കാൻ കഴിയില്ല. ഗവർണറെ ചാൻസലർ സ്ഥാനത്തു നിന്നും നീക്കാൻ കേരളം നിയമം പാസാക്കിയെങ്കിലും 2.5 വർഷത്തിനു ശേഷം രാഷ്ട്രപതി അത് മടക്കി തമിഴ്നാടിന്റെ ബിൽ അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ എന്താണ് ഹൈക്കോടതി പറഞ്ഞത്? 2023 സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ സിസ തോമസിനെ നിയമിച്ചതാണ് ഹൈക്കോടതിയിലെത്തിയ കേസ്. യോഗ്യതയുള്ള ഒരാളെ താൽക്കാലിക വൈസ് ചാൻസലറായി നിയമിക്കാൻ ഗവർണർക്ക് അധികാരമുണ്ടെന്നായിരുന്നു ഹൈക്കോടതി വിധി. അതോടൊപ്പം അടുത്ത വരിയായി മറ്റൊന്നുകൂടി ഉണ്ടായിരുന്നു. എന്നാൽ ഈ നടപടിക്കിടെ VC-ആയി നിയമിക്കാനുള്ള പട്ടിക നൽകാനുള്ള സംസ്ഥാന സർക്കാരിന്റെ അധികാരത്തെ ഗവർണർ മറികടക്കാൻ പാടില്ല എന്ന്. സംസ്ഥാന സർക്കാർ രൂപീകരിക്കുന്ന പട്ടികയിൽ നിന്നു വേണം നിയമനം എന്ന് ചട്ടം പറയുമ്പോൾ അത് പാലിക്കുക തന്നെ വേണമെന്നും ഹൈക്കോടതി പറഞ്ഞു. ഇതിൽ വിശദീകരണം തേടിയാണ് ഗവർണർ ഹൈക്കോടതിയെ ഇപ്പോൾ സമീപിച്ചത്.
ഗവർണർക്ക് സ്വന്തം നിലയ്ക്ക് നിയമനം നടത്താമെന്ന് പറഞ്ഞ ശേഷം സംസ്ഥാന സർക്കാരിന്റെ അനുമതി വേണം എന്നത് വിരുദ്ധ വിധിയാണ് എന്നാണ് ഗവർണറുടെ വാദം. ആ ഹർജി പൂർണ്ണമായും ഹൈക്കോടതി ഇപ്പോൾ തള്ളി. താൽക്കാലിക വിസിയായി യോഗ്യതയുള്ള സിസ തോമസിനെ നിയമിച്ചത് മാത്രമാണ് പരിഗണിച്ചത് എന്നും സർക്കാർ പട്ടിക നൽകുന്ന ഘട്ടത്തിൽ നിയമനം അതിൽ നിന്നും തന്നെ വേണമെന്നുമാണ് ഹൈക്കോടതി നൽകിയ വിശദീകരണം. ആ ചട്ടം മറികടക്കാൻ ഗവർണർക്കും കഴിയില്ല എന്നും ഹൈക്കോടതി ഉത്തരവിലുണ്ട്. സംസ്ഥാന സർക്കാർ നിയമപരമായി നൽകിയ 3 അംഗങ്ങളുടെ പട്ടിക ഇല്ലാത്തപ്പോൾ മാത്രമാണ് ഗവർണർക്ക് സ്വന്തം നിലയ്ക്ക് നിയമനം സാധ്യമാവുക. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലേക്ക് സർക്കാർ നൽകിയ 3 അംഗ പട്ടികയും ഉണ്ടായിരുന്നു. ഡോക്ടർ സജി ഗോപിനാഥ്, ഡോക്ടർ PR ഷാലിജ്, ഡോക്ടർ വിനോദ് കുമാർ ജേക്കബ് എന്നിവർ സാങ്കേതിക സർവകലാശാലയിലേക്ക്, ഡോക്ടർ MS രാജശ്രീ, ഡോക്ടർ KL മധുസൂദനൻ, ഡോക്ടർ A മുജീബ് എന്നിവരുടെ പേര് ഡിജിറ്റൽ സർവകലാശാലകളിലേക്കും. ഈ 6 പേരുകളും വെട്ടിക്കളഞ്ഞ് ഗവർണർ സ്വന്തം നിലയ്ക്ക് 2 പേരെ നിയമിച്ചു. ഇവിടെയാണ് കേരളം എന്താ ഗവർണർ ഭരണത്തിലേക്കോ എന്നൊരു ചോദ്യം ഉയരുന്നത്. ഡോക്ടർ മോഹൻ കുന്നുമലിനെ ഗവർണർ കേരള സർവകലാശാല VC-യായി നിയമിച്ചു. ആരോഗ്യ സർവകലാശാലയുടെ ചുമതലയും നൽകി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ നിയമനം. സംസ്ഥാനത്തെ 6 സർവകലാശാലകളുടെ നിയന്ത്രണം ഇപ്പോൾ ഗവർണർ ഒറ്റയ്ക്ക് നിയമിച്ചവർക്കാണ്. ആ നിയമനത്തിൽ ഒരു ജനാധിപത്യ പ്രക്രിയയും നടന്നിട്ടില്ല. ഏകാധിപത്യപരമായ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ഭീകര പ്രവർത്തകരെ ഉണ്ടാക്കുന്ന കേന്ദ്രമാണെന്നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞത്. ആ കോളേജ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിനു കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിൽ ഈ വർഷം രാജ്യത്ത് 22ാം റാങ്ക് നേടി. സ്വകാര്യ മേഖലയിലെ സെന്റ് തെരേസാസ് 46, തേവര SH 48, തൃശൂർ സെന്റ് തോമസ് 57, ദേവഗിരി സെന്റ് ജോസഫ് 61 എന്നീ റാങ്കുകളിലാണെന്ന കാര്യം നമ്മൾ ഓർക്കണം. ഇതിനിടയിൽ 53ാം റാങ്കുള്ള മഹാരാജാസ് കോളേജുമുണ്ട്. രാഷ്ട്രീയമായി എന്തൊക്കെ ആരോപണം ഉയർന്നാലും കേരളത്തിലെ സർവകലാശാലകളും കോളേജുകളും അക്കാദമിക്കായി ഭേദപ്പെട്ട നിലവാരം പുലർത്തുന്നുണ്ട്. രാജ്യാന്തര സർവകലാശാലകളുമായി താരതമ്യം ചെയ്യുമ്പോൾ പണത്തിന്റെ കുറവ് കൊണ്ടുള്ള പോരായ്മകൾ മാത്രമാണ് ഇവിടെ ഉള്ളത് എന്ന കാര്യവും കാണാം. അങ്ങനെ ഒരു മികവിലേക്ക് കേരളത്തിലെ സർവകലാശാലകൾ എത്തിയത് ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗത്ത് നിലവിലുള്ള ജനാധിപത്യത്തിന്റെ കരുത്തിലാണ്. LDF-ഉം UDF-ഉം മാറി മാറി ഭരിച്ചാലും സർവകലാശാലകൾക്ക് കോട്ടം വരുന്നതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായപ്പോഴൊക്കെ ജനകീയ സമരങ്ങളിലൂടെ തിരുത്തിയിട്ടുമുണ്ട്. ഗവർണർക്കും രാഷ്ട്രീയമാകാം, അത് വായിക്കുന്ന പുസ്തകങ്ങളിൽ മതി, പ്രസംഗങ്ങളിൽ പോലും ഉണ്ടാകാൻ പാടില്ല. മനുസ്മൃതി വായിച്ചിരുന്നാലും നടപ്പാക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടനയാണ് എന്നറിയാത്തയാളുമല്ല പഴയ സോഷ്യലിസ്റ്റായ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇതോടെ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും. നമസ്കാരം.